Hello everyone, welcome to Exam Learning. നമ്മൾ ഒരുപാട് ഒളിമ്പിയാഡ്സ് എക്സാമിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒളിമ്പിയാഡ്സ് നാഷണൽ ഇന്റർനാഷണൽ ലെവലിൽ വരുന്ന നമ്മുടെ IOQM NSCGS എക്സാമിനെ കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ ഈ ഒരു ഒഫീഷ്യൽ ഒളിമ്പിയാഡ്സ് അല്ലാതെ തന്നെ പല പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒളിമ്പിയാഡ്സ് എക്സാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. സോ അതിൽ തന്നെ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് യൂണിഫൈഡ് കൗൺസിൽ. ആൻഡ് യൂണിഫൈഡ് കൗൺസിൽ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഒളിമ്പിയാഡ് എക്സാമിനേഷൻ ആണ് UIMO. യൂണിഫൈഡ് ഇൻ്റർനാഷണൽ മാത്തമാറ്റിക്സ് ഒളിമ്പിയാഡ്. സോ ഈ ഒരു എക്സാമിനേഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് യൂണിഫൈഡ് കൗൺസിൽ പല എക്സാംസും നടത്താറുണ്ട്. അതിൽ തന്നെ വളരെ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു എക്സാമാണ് NSTSC. ആൻഡ് NSTSCയെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു വീഡിയോ ഒക്കെ ചെക്കൗട്ട് ചെയ്യാം. ആൻഡ് UIMOയെ കുറിച്ച് പറയുമ്പോൾ it's a curriculum based examination which will be useful to students assessing their strength and weakness in maths. സോ ഈ ഒരു എക്സാമിനേഷൻ നമ്മൾ മാത്സ് ബേസ് ചെയ്തുള്ള മാത്രം വരുന്ന ഒരു ഒളിമ്പിയാഡ് എക്സാമിനേഷൻ ആണ്. സോ ഈ ഒരു എക്സാമിലൂടെ നമ്മളെ മാത്സിലെ നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ് ഒക്കെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ആൻഡ് യൂണിഫൈഡ് കൗൺസിലിനെ കുറിച്ച് പറയുമ്പോൾ മോർ ദാൻ 12 മില്യൺ പ്ലസ് സ്റ്റുഡൻസ് അപ് ടു ടിൽ ഡേറ്റ് മോർ ദാൻ 12 മില്യൺ പ്ലസ് സ്റ്റുഡൻസ് യൂണിഫൈഡ് കൗൺസിലിൻ്റെ പല എക്സാംസ് ആയിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് നമ്മൾ ഈ ഒരു UIMOയുടെ എലിജിബിലിറ്റി നോക്കുമ്പോൾ ക്ലാസ്സസ് 1 മുതൽ 10 വരെയുള്ള എല്ലാ സ്റ്റുഡൻസിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ആൻഡ് അതുമാത്രമല്ല UIMO ഓൺലൈൻ എക്സാമിനേഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനും ഈ ഒരു എക്സാമിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ആൻഡ് എക്സാമിനേഷൻ്റെ ഡേറ്റ് വരുന്നത് ഓൺലൈനായിട്ടാണ് എക്സാമിനേഷൻസ് വരുന്നത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ എക്സാമിനേഷൻസ് എഴുതാൻ പറ്റും. സോ ഫൈനൽ എക്സാമിനേഷൻ വരുന്നത് 19 ജാനുവരി 2025 സോ 2025 19 ജാനുവരി സൺഡേ ആണ് ഫൈനൽ എക്സാമിനേഷൻ വരുന്നത്. അതിന് മുമ്പായിട്ട് ഒരു മോക്ക് എക്സാമിനേഷനും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് വരുന്നത് 11 ജാനുവരി 2025 ഓക്കെ. ആൻഡ് ഇതിൻ്റെ റിസൾട്ട്സ് എന്നാണ് പബ്ലിഷ് ചെയ്യുക. സോ റിസൾട്ട്സ് വിൽ ബി ഡിക്ലെയർഡ് ആഫ്റ്റർ 45 ഡേയ്സ് ഓഫ് ദ എക്സാമിനേഷൻ. സോ എക്സാമിനേഷൻ്റെ 45 ദിവസം കഴിഞ്ഞ് റിസൾട്ട്സും പബ്ലിഷ് ചെയ്യും. ആൻഡ് ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ് ഈ ഒരു എക്സാമിനേഷൻ്റെ ഫീസ് സ്ട്രക്ചേഴ്സ് വരുന്നത്? ₹354 ഇൻക്ലൂഡിങ് GST ₹354 ആണ് നമുക്ക് ഈ ഒരു എക്സാമിനേഷന് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു ഫീ വരുന്നത്. സോ ഈ ഒരു 354 ഇൻക്ലൂഡ് ചെയ്യുന്നത് എക്സാമിനേഷൻ ഫീൻ്റെ കൂടെ തന്നെ സ്റ്റുഡൻസ് പെർഫോമൻസ് റിപ്പോർട്ട്, പിന്നെ 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അവർ ഡൗൺലോഡ് ചെയ്യാൻ ഉള്ള ഓപ്ഷൻ തരുന്നുണ്ട്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഒരു സക്സസ് സീരീസ് ഡൗൺലോഡ് ഒരു ഇ-ബുക്ക് ആയിട്ട് തന്നെ ഒരു സക്സസ് സീരീസ് എന്നുള്ള ഒരു ഇ-ബുക്കും അതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഓൺലൈൻ പേയ്മെൻറ്റ് ചാർജസ്, സർവീസ് ചാർജസ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ആവുമെന്നാണ് പറയുന്നത്. ഓക്കെ. സോ ഈ ഒരു 354 എന്നുള്ളത് ഒരു ബേസിക് പ്ലാനാണ്. പിന്നെ ഈ ഒരു യൂണിഫൈഡ് കൗൺസിൽ തന്നെ പല റിസോഴ്സസും എന്ത് ചെയ്യുന്നുണ്ട്, അവർ സെല്ല് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ കൂടെ ഇനി എക്സ്ട്രാ എമൗണ്ട് കൊടുത്തിട്ട് ആ രൂപത്തിലുള്ള പല പ്ലാൻസും അവൈലബിൾ ആണ്. ബേസിക് ആയിട്ടുള്ള പ്ലാൻ ₹354 ആണ്. ഓക്കെ. സോ എങ്ങനെയാണ് എക്സാം പാറ്റേൺസ് വരുന്നത്? നമ്മൾ എക്സാമിനേഷൻ്റെ പാറ്റേൺസ് വരുന്നത് നമ്മൾ പറഞ്ഞു ക്ലാസ് 1 മുതൽ 10 വരെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും എക്സാമിനേഷൻസ് ഉണ്ട്. സോ ക്ലാസ് 1 and 2 ടോട്ടൽ എല്ലാ ക്ലാസ്സസിനും ടോട്ടൽ 1 hour ആണ് എക്സാമിനേഷൻ ഉണ്ടാവുക. ആൻഡ് ഈ ഒരു ക്ലാസ് 1 and 2 ടോട്ടൽ 40 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഈ 40 ക്വസ്റ്റ്യൻസിനും ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക് വെച്ച് 40 മാർക്സിലായിരിക്കും എക്സാമിനേഷൻസ് ഉണ്ടാവുക. ആൻഡ് അതുപോലെ ക്ലാസ് 3 മുതൽ 5 വരെ ടോട്ടൽ 50 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവല്. ആൻഡ് ഈ 50 ക്വസ്റ്റ്യൻസിനും ഓരോ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. സോ ടോട്ടൽ മാർക്സ് വരുന്നത് 50 മാർക്സ് തന്നെയാണ്. ആൻഡ് ക്ലാസ് 6 മുതൽ 10th വരെ 50 ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ. ബട്ട് ടോട്ടൽ മാർക്സ് വരുന്നത് 60 മാർക്സ് ആണ്. സോ ഇതിൽ ഒരു 5 ക്വസ്റ്റ്യൻസിന് 3 മാർക്സ് വെച്ചിട്ടുണ്ടാവും. സോ അങ്ങനെ ടോട്ടലായിട്ട് 60 മാർക്സ് ആണ് വരിക. സോ ആ ഒരു മാർക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യും. സോ ഇതിൽ മാർക്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് സ്ട്രക്ചേഴ്സ് പറയുമ്പോൾ നമ്മൾ ക്ലാസ് 1 and 2 നമ്മൾ പറഞ്ഞു 40 മാർക്സിനാണ് 40 ക്വസ്റ്റ്യൻസുമാണ്. സോ അതിൽ മാത്തമാറ്റിക്സിൽ നിന്നാണ് 30 മാർക്സിനും വരിക. അതായത് 30 ക്വസ്റ്റ്യൻസ് മാത്തമാറ്റിക്സ് ബേസ്ഡ് ആണ്. ആ ലോജിക്കൽ റീസണിങ് വെച്ചിട്ടാണ് 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ആൻഡ് ക്ലാസ് 3 to 5 സ്റ്റുഡൻസിന് നമ്മളറിയാം 50 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ മാത്തമാറ്റിക്സിൽ നിന്നാണ് 35 ക്വസ്റ്റ്യൻസ്, ലോജിക്കൽ റീസണിങ്ങിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസ് ആൻഡ് ക്രിറ്റിക്കൽ തിങ്കിങ് എന്ന പാർട്ടിൽ നിന്ന് 5 മാർക്സിനും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ അല്ലേ? യെസ്. ഇനി നമ്മുടെ ക്ലാസ് 6 to 10th വരുമ്പോൾ 50 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതിൽ മാത്തമാറ്റിക്സ് 1 30 മാർക്സ്, മാത്തമാറ്റിക്സ് 2 15 മാർക്സ്, ലോജിക്കൽ റീസണിങ് 10 മാർക്സ്, ക്രിറ്റിക്കൽ തിങ്കിങ് 5 മാർക്സ്. സോ ഇപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, എന്താണ് മാത്തമാറ്റിക്സ് 1, എന്താണ് മാത്തമാറ്റിക്സ് 2? മാത്തമാറ്റിക്സ് 1 എന്ന് പറഞ്ഞാൽ 30 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 30 മാർക്സിനാണ്.
ഇവിടെ മാത്തമാറ്റിക്സ് 2-ൽ നമുക്ക് വെറും 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. സോ ഓരോ 5 ക്വസ്റ്റ്യൻസിന് 3 മാർക്സ് വെച്ചിട്ടാണ്. ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യൻസിന് ചെറിയൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് MCQ ക്വസ്റ്റ്യൻസ് തന്നെയാണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ബട്ട് ഇതിനൊരു സിംഗിൾ ആൻസർ ആവില്ല ഉണ്ടാവുക. സോ ഒരു ക്വസ്റ്റ്യന് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ മാത്രമല്ല ആൻസേഴ്സ് ഉണ്ടാവുക. ദർ വിൽ ബി 2, 3 or 4 ഓപ്ഷൻസ് മേ ബി കറക്റ്റ്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യന് തന്നെ ചില സമയങ്ങളിൽ 2 ഓപ്ഷൻസ് ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരിക, ചില സമയത്ത് 3 ആവാം, അത് 4 ഓപ്ഷൻസും കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഈ ഒരു പാർട്ടിൽ വരാം. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ മാർക്കിംഗ് സ്ട്രക്ചേഴ്സ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ സിലബസ്, ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നമുക്ക് ഷെയർ ചെയ്യാം. സോ വാട്സപ്പ് കമ്മ്യൂണിറ്റി നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടാവും. നമ്മളെ ടൈംലി അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. സോ ആരെങ്കിലും വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്, ലിങ്ക് കൊടുക്കുന്നുണ്ട്. സോ അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മുടെ സിലബസ് വരുന്നത്. സോ സിലബസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആർക്കൊക്കെ ഏതൊക്കെ സിലബസ് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു എക്സാമിനേഷൻ എഴുതാൻ പറ്റും. So UIMO questions papers are suitable for students following CBSE, ICSE, ISC and various other state board syllabi. സോ ഏത് സിലബസിൽ പഠിക്കാൻ നിങ്ങൾ CBSEയോ ICSEയോ ISCയോ അതുപോലെ ഏത് സ്റ്റേറ്റ് ബോർഡ്സോ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു എക്സാമിനേഷൻസ് എന്തായിരിക്കും, ഇതിൻ്റെ എക്സാം സ്യൂട്ടബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസും നമ്മൾ പഠിക്കുന്ന നമ്മുടെ ടോപ്പിക്സിൽ നിന്നായിരിക്കും. ബട്ട് നമുക്കറിയാം കോമ്പറ്റീവ് എക്സാം ആണ്. സോ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും ഔട്ട്സൈഡിൽ നിന്നും ചോദിക്കാം. സോ അങ്ങനെയാണ് ഇതിൻ്റെ സിലബസ് ആയിട്ട് വരുന്നത്. സോ അവാർഡ്സ് ആൻഡ് പ്രൈസസ് എന്തൊക്കെയാണ്, ഈ ഒരു എക്സാം എഴുതിയാൽ നമുക്ക് എന്തൊക്കെ അവാർഡ്സും പ്രൈസസും ആണ് ലഭിക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇവിടെ പല ഗ്രൂപ്പ്സ് ആക്കിയിട്ടാണ് ഇവർ ഇതിന് തരം തിരിച്ചിട്ടുള്ളത്. സോ ഫസ്റ്റ് വരുന്നത് ടോപ്പ് റാങ്കറിനും ആൻഡ് നെക്സ്റ്റ് 2 റാങ്കേഴ്സിനും. സോ ടോപ്പ് റാങ്കിൽ വരുന്ന ആളുകൾക്കും നെക്സ്റ്റ് 2 റാങ്കിൽ വരുന്ന ആളുകൾക്കും ഇൻ ഈച്ച് ക്ലാസ് ആർ അവാർഡഡ് വിത്ത് ₹20,000 ആൻഡ് എ ടാബ്ലറ്റ് PC റെസ്പെക്റ്റീവ്ലി. സോ ഈ ഒരു ടോപ്പ് റാങ്കിലും അതുപോലെ അടുത്തായി വരുന്ന നെക്സ്റ്റ് ആയിട്ട് വരുന്ന 2 റാങ്കേഴ്സിനും ₹20,000 ആൻഡ് ടാബ്ലറ്റ് PC റെസ്പെക്റ്റീവ്ലി കൊടുക്കുമെന്നാണ് പറയുന്നത്. ആൻഡ് ഇത് മാത്രമല്ല, നമ്മൾ പറഞ്ഞു യൂണിഫൈഡ് കൗൺസിലിന് പല എന്തുണ്ട് ഓൺലൈൻ റിസോഴ്സസും ഉണ്ട്. സോ ആ ഓൺലൈൻ റിസോഴ്സസിനുള്ള ഓഫേഴ്സും പിന്നെ ഒരു മെമെൻറ്റോയും എന്ത് ചെയ്യുന്നുണ്ട്, അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ഗ്രൂപ്പിൽ വരുന്നത് നമ്മളെ റാങ്ക് 4 to 10, റാങ്ക് 4 മുതൽ 10 വരെയുള്ള ആളുകൾക്ക് ക്യാഷ് പ്രൈസ് ആയിട്ട് ₹1,500 പിന്നെ അവരുടെ ഒരു ഓൺലൈൻ കോഴ്സിനുള്ള കുറച്ച് ഡിസ്കൗണ്ട്സും ലഭിക്കും. ആൻഡ് ഈ ഒരു റാങ്ക്സിന് മാത്രമല്ല, ഫസ്റ്റ് 50 റാങ്ക്സിന് വരെ ഇതുപോലെ പല ഓഫേഴ്സ് ആയിട്ടും കൊടുക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു എക്സാം എഴുതിയ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ വിദ്യാർത്ഥികൾക്കും എന്തുണ്ട്, സർട്ടിഫിക്കറ്റ്സ് ആർ പ്രൊവൈഡഡ്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇതിൻ്റെ അവാർഡ്സ് ആയിട്ട് വരുന്നത്. ആൻഡ് അതർ പ്രൈസസ് ആയിട്ട് വരുന്നത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഓരോരോ 91% to 100% മാർക്സ് ലഭിച്ച ആളുകൾക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് സ്കോളേഴ്സ്, ഓക്കെ, സ്കോളേഴ്സ് എന്നുള്ള രൂപത്തിലും 81 to 90% മാർക്സ് ആണെങ്കിൽ ഡിസ്റ്റിങ്ഷൻ എന്നുള്ള രീതിയിലുള്ള ഒരു സർട്ടിഫിക്കറ്റും ആൻഡ് 71 to 80% ആണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ബ്രില്യൻസ് എന്നുള്ള രൂപത്തിലും നൽകുന്നുണ്ട്. സോ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു എക്സാം UIMOയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ആൻഡ് ടൈംലി അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മൾ ഈ ഒരു നിങ്ങൾ ഇങ്ങനത്തെ കോമ്പറ്റീറ്റീവ് എക്സാംസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ, ഇതിന് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഇങ്ങനത്തെ ഒരുപാട് എക്സാംസ് നമുക്ക് വരാനുണ്ട്. സോ ഇതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു ടൈംലി അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. സോ ഈ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് UIMOയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ അവിടെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. ആൻഡ് ഈ ഒരു എക്സാമിന് എങ്ങനെയാണോ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.